എവിടെ പോണ? നമ്മൾ കടയിൽ പോണു. ലുലു മാളിൽ പോണു. ലുലു മാളില് എവിടെ പോണ? നമ്മൾ ലുലു മാളിൽ പോണു. പേരെന്തായിരുന്നു? ശ്യാമിലി പോണ. എവിടെ പോണ? കണ്ടതും കടിയതൊക്കെ വാങ്ങാൻ പോണ്. എന്തിനു വാങ്ങണം? അപ്പൊ നമ്മള് പോയിട്ട് വരാം. ഹേ ഗീസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ യുവർ കൊമിയൻകൾ. ഇത് ഞങ്ങൾ സൗദിയിൽ വന്നിറങ്ങിയിട്ട് ഫസ്റ്റ് ഷോപ്പിംഗ് ആണ് കേട്ടോ. ആമി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ലുലു മാളിലൊന്നും പോകുന്നില്ല. ഞങ്ങൾ അടുത്തുള്ളൊരു ഷാമിലിൽ പോയിട്ട് അഞ്ചരിയാൽ കടയിൽ പോയിട്ട് അത്യാവശ്യം ചില വീട്ടു സാധനങ്ങൾ മാത്രമേ ഇപ്പോൾ വാങ്ങുന്നുള്ളൂ. ലുലു മാളിലൊക്കെ പോകാൻ നമുക്ക് ഇഷ്ടംപോലെ സമയം ബാക്കിയുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇവളുടെ സ്ഥിരം പരിപാടി ഇതായിരുന്നു. ട്രോളിക്കകത്ത് കയറി ഇരിക്കും. പിന്നെ ഞങ്ങൾ ആരെങ്കിലും ഉരുട്ടിക്കൊണ്ട് പോകണം, നടക്കാതെ ഇതെല്ലാം ഉരുണ്ട് പോണ വണ്ടിക്കകത്ത് കയറിയിരുന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക തരം സുഖമാണ് അവൾക്ക്. പിന്നെ അവളുടെ പുറത്തോട്ട് സാധനങ്ങളെല്ലാം ഞങ്ങൾ പറക്കി വെച്ചു കൊടുക്കുമായിരുന്നു. പോയിട്ട് ഇത്തവണ എത്തിക്കൂടെ വലിയ കുട്ടിയായിട്ട് വന്നിട്ട് ആ സ്വഭാവത്തിന് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനും ഹസ്ബൻഡും മോളും പിന്നെ ഞങ്ങളുടെ ഒരു ഫ്രണ്ടും കൂടിയിട്ടാണ് ഞങ്ങൾ ചെറിയൊരു ചിന്ന ഷോപ്പിംഗ് ആയിരുന്നു. വലിയ ഒരുപാട് സാധനങ്ങളൊന്നുമില്ല, എന്നാൽ അത്യാവശ്യം ചില സാധനങ്ങളൊക്കെ വേണമല്ലോ. ഇതുപോലെ ചായപാത്രം, ആഹാരം കഴിക്കാനുള്ള പാത്രം, അങ്ങനെ ചില സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. അങ്ങനെ ഇവിടെ ഏതെടുത്താലും ഏകദേശം 5-6 റിയാൽ ആ റേഞ്ചാണ് എല്ലാ സാധനങ്ങൾക്കും. അല്ല, എന്നാൽ ഒരു 90% സാധനങ്ങൾക്കും അത് തന്നെയാണ് വില. അല്ലാതെ ഉള്ള ഓവർ റേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ വേറെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോലുള്ളവരൊക്കെ, അതായത് ഏറ്റവും കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ കിട്ടുന്ന സാധനങ്ങൾ അന്വേഷിച്ച് പോണ മലയാളികൾ പൊതുവെ ഇവിടുന്നാണ് അധിക സാധനങ്ങളും പർച്ചേസ് ചെയ്യാറ്. ഇതേ ഇരിക്കുന്ന സോപ്പൊക്കെ കണ്ടില്ലേ, 2-3 ലെഗ്സൊക്കെ 5 റിയാൽ 6 റിയാലൊക്കെയാണ് റേറ്റ് വരുന്നത്. എന്നെ അവിടെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത സംഭവം ഇതായിരുന്നു കേട്ടോ. അത് ഈ ഫ്ലവർ ഇങ്ങനെ മേഡ് ചെയ്ത് വെച്ചേക്കുന്നത് സംഭവം കാണാൻ ഒരു രക്ഷയില്ല, നല്ല ഭംഗിയായിരുന്നു. അത്രയും വലിയൊരു ഹോളിൽ നിറയെ ഇങ്ങനെ പൂവ് ഇങ്ങനെ അടുക്കി വെച്ചേക്കണം കാണുമ്പോൾ നമ്മൾ കണ്ടു നിന്നപ്പോൾ ഭയങ്കര ഒരു പ്രത്യേക ഭംഗിയായിരുന്നു, നല്ല രസമായിരുന്നു. ഒന്നും വാങ്ങിയില്ലെങ്കിൽ പോലും ഞാൻ കുറേ നേരം അതൊക്കെ കണ്ടുകൊണ്ട് നിന്ന് കേട്ടോ. ഓരോ എന്തോ ഒറിജിനലിനെ വെല്ലുന്ന സംഭവങ്ങൾ, മണമില്ലെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ അതിൻ്റെ ഒരു സ്പ്രേയും കൂടി അടിച്ചു കൊടുത്താൽ അത് ഒറിജിനൽ അല്ല എന്ന് ആരും പറയില്ല തൊട്ട് നോക്കാണ്ട്. അത്രയ്ക്ക് ഒറിജിനാലിറ്റി ആയിരുന്നു. കണ്ടില്ലേ, അവിടെ നിറയെ ഇങ്ങനെ പൂക്കൾ വാരിയിട്ടേക്കായിരുന്നു. അത് പിന്നീട് ഒരിക്കലും വാങ്ങിത്തരാമെന്ന ഭർത്താവിൻ്റെ ഒറ്റ വാക്കിൻ്റെ പുറത്താണ് ഞാനത് വാങ്ങാതെ അവിടെ നിന്ന് വിട്ടു. പിന്നെ ഇതുവരെ ഞാൻ ആ വഴിക്ക് തിരിഞ്ഞു കണ്ടിട്ടില്ല. അങ്ങനെ പിന്നെ കുറച്ച് എന്തൊക്കെയോ അതുപോലത്തെ സാധനങ്ങളും കൂടിയൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ചേട്ടായി അന്യായ ഷോപ്പിങ്ങിലാണ്, ഞാൻ വീഡിയോ എടുക്കേണ്ട തിരക്കിലാണ്. കഴിഞ്ഞ തവണ വന്നപ്പോഴും കഴിഞ്ഞ തവണത്തെ വീഡിയോസിലും ഇതേ സെയിം മോൾ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഗ്യാസ് സിലിണ്ടറിൻ്റെ മറ്റേ ഓസ് സാധനങ്ങൾ, ഇങ്ങനെയുള്ള ചില സാധനങ്ങളൊക്കെയാണ് കേട്ടോ വാങ്ങിയത്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. സാധനം കുറച്ചേ ഉള്ളൂ എന്ന് കരുതിയിട്ട് ബില്ല് കുറച്ചാണെന്ന് കരുതണ്ട, ഇമ്മണി വലിയ ബില്ലായിരുന്നു. പിന്നെ പോയ വഴിക്ക് കണ്ട 1-2 പാത്രങ്ങൾ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചിപ്സ്, മിച്ചർ, കപ്പലണ്ടി തുടങ്ങിയവ ഇട്ട് വയ്ക്കാനായിട്ട് ഉപകരിക്കും എന്ന് കരുതിയിട്ട് അങ്ങനെ 2 പാത്രങ്ങളും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ബില്ല് ചെയ്ത സമയത്താണ് ഞാൻ ഞെട്ടിപ്പോയത്. ഒരു നീണ്ട ബില്ല് തന്നെ ഇങ്ങനെ കിട്ടി കേട്ടോ. നല്ല അടിപൊളി ബില്ലായിരുന്നു. അപ്പോൾ ഇവിടെ സൗദിയിലുള്ള ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അബഹയിലുള്ള ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ സാധനങ്ങൾ എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യണമെന്നൊന്ന് പറയണം കേട്ടോ. ഇവിടെ നമ്മൾ മലയാളീസ് മാത്രമല്ല, ഇതിനകത്ത് കൂടുതൽ മലയാളീസിനെ കാണാം, എന്നാൽ പോലും എല്ലാ അറബികളും ഒക്കെ ഉണ്ട്. എല്ലാവരും സൗദി അറേബ്യ പണ്ടത്തെ പോലെ നല്ല ഗീസ് ഏതാണ്ടൊക്കെ ഒരു പരിവായി. എല്ലാവരും ഇപ്പോൾ ഏറ്റവും വില കുറഞ്ഞ സാധനങ്ങൾ നോക്കിയിട്ടൊക്കെയാണ് വരാറ്. അപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെ ബില്ലിംഗ് സെക്ഷനിൽ അച്ഛനും മോളും കൂടിയിട്ട് സാധനങ്ങളെല്ലാം പറക്കി വെച്ചെടുക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം ബില്ല് ചെയ്തെടുത്ത് ബില്ല് കണ്ടപ്പോഴാണ് ഞാനൊരു ഞെട്ടിയത്. ഇല്ല, സിനിമയിലൊക്കെ കാണുന്ന പോലെ നീണ്ടൊരു ബില്ല് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനതെല്ലാം വീഡിയോ എടുത്തിട്ട് ഞാൻ ചോദിച്ചു, സന്തോഷമായില്ലേ ഉണ്ണിയെന്ന്. അപ്പോഴേ പറഞ്ഞു, പിന്നെ ഇനി വരാൻ കിടക്കണല്ലേ ഉള്ളൂ എന്ന്. അപ്പോൾ അമ്മാതിരി സാധനങ്ങളെടുപ്പായിരുന്നു. പുറകിൽ കാണുന്ന തിരക്ക് കണ്ടില്ലേ, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇവിടെ എപ്പോൾ പോയാലും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. കാരണം ഒരുപാട് ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളൊന്നും അല്ല കേട്ടോ, നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെയാണ്. മറ്റെവിടെയും കിട്ടുന്നേക്കാളും കുറച്ചുകൂടി വിലക്കുറവിൽ തന്നെ കിട്ടുകയും ചെയ്യും. ചില സമയത്തൊക്കെ ഓഫറുകളുണ്ട്, ആ സമയത്താണ് ഇവിടെ അധികവും തിരക്ക് വരാറ്. അങ്ങനത്തെ ബില്ല് എൻ്റെ കയ്യിൽ കിട്ടി. കണ്ടില്ലേ, ഒരു 161 സംതിങ് ആ ഒരു രൂപയ്ക്കാണ് സാധനങ്ങൾ വാങ്ങിയത്. പക്ഷെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. നാട്ടിൽ നിന്ന് നമുക്ക് ഈ ഒരു എമൗണ്ടിന് ഇത്രയധികം സാധനങ്ങളൊന്നും വാങ്ങാൻ പറ്റില്ല. പിന്നെ തിരിച്ച് വന്ന വഴിക്ക് ഞങ്ങൾ പോയി ഫുഡൊക്കെ മേടിച്ച് റൂമിൽ കൊണ്ടുവന്ന് കഴിക്കാമെന്നുള്ള ധാരണയിൽ ഫുഡൊക്കെ മേടിച്ച് തിരിച്ച് ഞങ്ങൾ റൂമിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ഓക്കെ, സീ യു. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തിനായാലും അത് കമൻറ്റ് ചെയ്യാനായിട്ട് ദയവ് ഇത് മറക്കരുത് കേട്ടോ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയുന്നത്, എൻ്റെ വീഡിയോ കാണുന്നതിൽ 96%
ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത്. അപ്പോൾ വലിയ ചിലവൊന്നുമില്ലാത്ത പരിപാടിയല്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെ ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് ഞെക്കി പൊട്ടിച്ചേക്കുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും. ബൈ ബൈ.